മറോടെ പന്ത്രണ്ടാമത്തെ ഓംപ്ലേറ്റ് ആണ് നാക്കാലി അടിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളുണ്ടായിരുന്നു, അത് ഇത്ര ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പോ നമ്മൾ ഇന്നലെ എന്തായാലും ചന്ദ്രൻ ചതിച്ചോണ്ട് നമുക്ക് ഉത്സവം എന്തായാലും കാണാൻ പറ്റില്ല. അപ്പോ ഇന്ന് നമ്മൾ എന്തായാലും ഉത്സവം കണ്ടിട്ട് തന്നെ വരുള്ളൂ അല്ലേ ഇവരെ? ഇന്ന് ഉത്സവം നമ്മൾ എന്തായാലും കാണും. അപ്പോ പോയി നോക്കാം, അവിടെ ഗംഭീര പരിപാടിയാന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോവാ. പറയാനെ നമ്മളെ ഔട്ട്ഫിറ്റ് എന്താണ് ഷർട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോലെ ശരിക്കും ഉത്സവം തന്നെയാണ് അല്ലേ? ചക്കരട്ടായി ഉണ്ട്. വാങ്ങണം ചക്കരട്ടായി. ചന്ദ്രനെ വിളിച്ചാ? ചന്ദ്രൻ ഇവിടെണ്ടോ? ഗൈസ്, നമ്മള് ക്ഷേത്രത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി. ഗൈസ്, അവിടെ മേളം തായമ്പകൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇതാണ് റൂട്ട്. മടത്തിൻകുളങ്ങര ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മുടെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് ജസ്റ്റ് പോയി നോക്കും. എന്താ മാസ്ക് ഇട്ട് കണ്ട് നമ്മളൊരു ഉത്സവത്തിന് നമ്മളെ ഒരു കണ്ട ഒരു കാഴ്ചയാണ്. എപ്പോഴെങ്കിലൊക്കെ കാണാൻ കിട്ടുള്ളൂ. നമ്മളെ മൈമാരിന്റെ ഉത്സവത്തിന്റെ ഇവിടെ 6 മണിക്ക് തന്നെ വന്ന് എല്ലാ സജീവ പ്രവർത്തനങ്ങളും പരിപാടിയിലാണ്. ഇവിടുത്തെ എല്ലാ മേൽനോട്ടവും നടത്തേണ്ടത് മൈമാരിയാണ്. അതാണ് നമ്മുടെ ഈ ഉത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ. ഇവിടെ മെയിൻ മൈമാരിയാണ്. ഈ ഉത്സവം ഇതിന്റെ നടത്തിപ്പ് അവകാശം എന്ന് പറഞ്ഞത് മൈമാലിയിലാണ്. ഒന്ന് വെളുത്തുകണല്ലോ ഈ സൈഡ് മാത്രം, ഇവിടെ മാത്രം. ഒന്നാമത് ആർട്ടിസ്റ്റ് മാനേജറാണ്. ഇപ്പൊ തടിയാൻ കണ്ട പിടിപ്പിച്ചാണ്. എന്താ പരിപാടി? കൈ നോട്ടക്കായി മറുവാൻ പൊന്നുമോന്റെ കയ്യൊക്കെ രേഖ പറഞ്ഞ രേഖ മോനല്ല 3 രേഖയുള്ളൂ. ആദ്യത്തെ രേഖ എൻ്റെ ആയുസ്, 2ാമത്തെ രേഖ വിദ്യ, 3ാമത്തെ രേഖ അന്നരേഖ ചൂണ്ടാൻ വരലിക്കല്ല വരുന്നത്, കുണ്ടിലിക്കാണ്. എന്നാലും കുണ്ടുന്ന് കരകയറാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. പണം പൈസകളൊക്കെ നയിച്ചുണ്ടാക്കിയാൽ അതേപോലെ കളയാനും പറ്റും. വെറുതെ കളയല്ല കേട്ടോ, ചെലവ് കൂടുതലാണ്, വരവ് കുറവാണ്. ജന്മനാടൊക്കെ ഒത്തു ചെയ്യും. തിരുമറയെന്ന് പറഞ്ഞാൽ ഇപ്പൊ 10 രൂപ ചോദിച്ചേക്കൊണ്ടുള്ള തിരുമറയല്ല. പൊതുവെ അങ്ങക്ക് തിരുമറയിൽ പോകുന്നത് നമ്മളെ കുടുംബത്തിൽ ഭയങ്കര കാരണം ഒളിച്ചോടി പോകുമല്ലോ. തൊഴിൽപരമായിട്ട് അന്യനാട് കാണാൻ വലിപ്പാന്റെ സേലം കിട്ടിയിട്ടില്ല. നേരം വിളിച്ചായ 24 മണിക്കൂർ 32 പേര് പറയും. എവിടെ പോയി പെട്ടാലും ബഹുമാനമുണ്ട്, അന്തസ്സുണ്ട്. കാര്യമായിട്ട് നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെടും. പണം കൊണ്ടല്ല ഇഷ്ടപ്പെടുന്ന സ്വഭാവം കേട്ടോ. കാര്യമായിട്ട് നിങ്ങൾ വിചാരിക്കും ഈ വയസ്സ് കൊണ്ട് പ്രായം കൊണ്ട് ഈ കൊണയൊക്കെ വന്നിട്ടുള്ളൂ, ഇനി എന്ത് കൊണ കുറച്ചുമേ വരാം. ഇവിടെ നിന്ന് അങ്ങോട്ടാ മാറ്റം. 30 വയസ്സെത്തുമ്പോഴേക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ട്. പട്ടാ മുതലാളിയാകാനും വലിയ വീടെടുക്കാനും മിറ്റം മുഴുവൻ കട്ടപതിക്കാനും ഞാൻ പറഞ്ഞു. ചെറിയൊരു വീട്, ചെറിയൊരു തൊഴിൽ, 10 റുപ്യക്ക് മറ്റും ചില ആൾക്കാരെ കൊണ്ട് കടം വാങ്ങാതെ സ്വന്തം അധ്വാനത്തിൽ 10 റുപ്യ തെളിഞ്ഞിരിക്കേണ്ട ലക്ഷണം പഠിച്ചവന്റെ ഗുരുത്തുണ്ട്. ഇമ്മാൻ്റെ ഇപ്പാൻ്റെ സേല അരുവ് കൂടെ പോയിട്ടുണ്ട്. പഴക്കപ്പെട്ട വലിയപ്പാൻ്റെ 24 മണിക്കൂർ 32 പരിപാടിയാണ്. നാട്ടിൽ പോയി നുണ പറഞ്ഞ് ജയിച്ചു വരും. വീട്ടിൽ പോയി സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് അത് മോൻ കള്ളനല്ല, കള്ളന്മാർക്ക് കൂട്ടില്ല. 1-ാം തീയതി മോന്റെ കയ്യിൽ പൈസ കിട്ടാണ്ട് 2-ാം തീയതി മോൻ കണക്കും.
അവിടെയാണ് പുട്ട് നടക്കുന്നത്. പന്ത്രണ്ടാമത്തെ ഓംപ്ലേറ്റ് ആണ് 12ാമത്തെ കഴിഞ്ഞു. അടുത്ത ഒന്നുകൂടി പറയാം, ഒന്നുകൂടി പറയാനുള്ള പ്ലാനാണ്. 13ാമത്തെ ഇനി പറയാൻ നിൽക്കണം. എന്നൊക്കെ അതുകൂടി എടുത്തോ. ആ 13ാമത്തെ പറയണ കൂടി എടുത്തോ. അങ്ങനെ 12 അല്ല ഇത് വേറെ രസമാണ്. അപ്പൊ നമ്മൾ 12 20 തിന്നു പോകും. അതെ നന്ദി ഒന്നും എന്നാ 13ാമത്തെ പറയും. 12ാമത്തെ 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 ഓംപ്ലേറ്റ് ആണ്. അങ്ങനത്തെ ഇന്നുകൂടി ചോദിച്ചാ നിങ്ങള് ചോദിച്ചു ഇനി വേണം നമ്മളവരോട്. കാക്കേനോ ആദ്യം കാക്കേനോ മറ്റേ ഓംപ്ലേറ്റ് ഉണ്ടാക്കി. കാക്ക ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഭയങ്കര അത് ഈ കാക്കയത് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയത്. ഇപ്പൊ ആള് മാറ്റി, ഇപ്പൊ തന്നെ പണി. തുടങ്ങണുള്ളൂ. അതുപോലെ ആംപ്ലേറ്റ് വരാത്ത ആ ഒരു ടൈമർ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഫുള്ള് ഉണ്ടായിരുന്നു. അത് ഇത്ര ഉണ്ടായിരുന്നു. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരു ഓംപ്ലേറ്റ് ആണെങ്കിൽ അവിടെ വെച്ചാൽ മതി. ഒരു ഓംപ്ലേറ്റ് ആയിട്ട് അവിടെ വെച്ചാൽ മതി. കബടിച്ചു എണ്ണം കറക്റ്റ് അല്ലേ? 13ാമത്തെ കറക്റ്റ് കിട്ടി. എന്താ പെരി കൊണ്ടുപോകാം. അതായത് ഡബിള് ട്രിപ്പിള് ഫോർബിള് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ 13ാമത്തെ ഓംപ്ലേറ്റ് 13 ഓംപ്ലേറ്റ് ഒപ്പടിച്ചാണെങ്കിൽ എന്താ പറയല്? 30 എന്താ പറയല്? ഞങ്ങൾ ഡബിള് ട്രിപ്പിള് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തില്ല. അപ്പൊ ഈ 13 പറയുമ്പോഴേ അതിനെന്താ അറിയില്ലേ? ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാൻ ട്രയാണ് വാങ്ങിക്കൊണ്ടു ഫുള്ളാണ് അടിച്ചാളിന്ന് പറഞ്ഞില്ലേ. അവസാനത്തെ 30 കൂടി കഴിയാൻ പോവാണ്. ഇനി ഇവിടെ മുട്ടല്ലാന്ന് പറഞ്ഞേ. ലാസ്റ്റ് ഇനി മതി, ഇനി പോരാ. ആളെ കണ്ണു നോക്കട്ടെ. കളി കഴിഞ്ഞു. എന്താ പരിപാടി? എന്താ ഇവിടെ ഒരു ക്ഷേത്രത്തിലെ പരിപാടി ഉണ്ട്. നിങ്ങളെ സിംഗറല്ലേ? പാട്ടൊക്കെ സിംഗറാണ്. പരിചയമുണ്ട്. നിങ്ങളൊക്കെ എവിടെയൊക്കെ കണ്ടേ? ഇത് നിങ്ങളെ മെയിൻ സിംഗർ അല്ലേ? മെയിൻ സിംഗർ പ്രോഗ്രാം കഴിഞ്ഞാ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യണേ.
മറവിടെ മഴ മഴ എന്താണ് ahí va. Koda 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 koda. പാഞ്ഞാണ്ട് അങ്ങനെ തുടച്ചിട്ടാണ് തിരിച്ചു വന്നു അമ്മ എന്തറിയോ ഒന്നായിട്ട് നെല്ലെത്തിക്കാൻ ഇതൊക്കെ പറഞ്ഞാല്